ഹലോ, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചമ്മലുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവാസ് ഡ്രീംസ് എന്നാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരു മാസത്തോളം ആയതേ ഉള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 ദിവസം ആയതേ ഉള്ളൂ. തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം 6 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇടാൻ വേണ്ടി കോൺഫിഡൻസ് ഇല്ല. എല്ലാവരും നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോസ് ഇടാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നതാണ്. പിന്നെ ഈ കളിയാക്കൽ കൂടിയപ്പം, ഇത് തുടങ്ങിയതിൻ്റെ പേര് പിന്നെയും കളിയാക്കലുകൾ കൂടിയപ്പം തുടങ്ങിയത് പെട്ടെന്ന് തന്നെ പൂട്ടിക്കെട്ടിയോ യൂട്യൂബറെ അങ്ങനെയൊക്കെ കുറേ കളിയാക്കലുകൾ കൂടിയപ്പോൾ ഞാൻ വിചാരിച്ച് കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, എന്തായാലും കളിയാക്കുക. അപ്പോൾ നമുക്കിതങ്ങനെ ചെയ്ത് നോക്കാം. സക്സസ് ആവുമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിട്ടല്ല, സക്സസ് ആവത്തില്ലെന്നറിയാം. കാരണം ഇത് അത്രയ്ക്ക് ഹാർഡ് വർക്കൊക്കെ ചെയ്തവരെ ഇതിനകത്തിൽ കൂടുതൽ സക്സസ് ആയിട്ടുള്ളൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാനിത് ചെയ്തതാണ്. അപ്പം വഴക്ക് പറയാനും കളിയാക്കാനും ഒക്കെ ഉള്ളു ഒത്തിരി ആൾക്കാർ. സപ്പോർട്ട് ചെയ്യാൻ 2 പേരേ ഉള്ളൂ, 2 പേർ. ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ. വേറെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അച്ഛനും ചേട്ടനും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അല്ലാതെ എല്ലാവരും കേൾക്കുന്നവരൊക്കെ നമ്മൾ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ചിലവർ വഴക്ക് പറയുന്നു, വേറെ പണിയൊന്നും ഇല്ലയോ, എന്തുവാ ഇപ്പോൾ അങ്ങ് മറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ. അപ്പം ഞാൻ വിചാരിച്ചപ്പം വേണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, അതിനെന്തുവാ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, നിനക്ക് പറ്റുമെങ്കിൽ നീ വീഡിയോ ഒക്കെ ചെയ്തിട്, പറ്റുന്ന വീഡിയോ ഒക്കെ ചെയ്തിട് എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തു. പക്ഷെ പുള്ളിക്ക് സക്സസ് ആവുന്നത്ര ഉറപ്പൊന്നുമില്ല, എനിക്കും ഉറപ്പില്ല. എങ്കിലും ആഗ്രഹമില്ല, നീ ചെയ്തിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിടുന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോസ് ആദ്യം ആരും കാണുന്നൊന്നുമില്ലായിരുന്നു. 2-3 പേരൊക്കെ ഉള്ളായിരുന്നു. വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം 5, 6, 7 പേരൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഇന്നലെയൊക്കെ ഞാൻ ഇട്ടിരുന്ന 1-2 വീഡിയോസ് നന്നായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങി. പക്ഷേ ലൈക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. 2-3 ലൈക്കൊക്കെ കിട്ടുന്നുള്ളൂ. അതിൽ വിഷമമില്ല. പക്ഷേ എനിക്ക് ആൾക്കാർ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. 5-6 പേര് കണ്ടുകൊണ്ടിരുന്നിടത്തു നിന്ന് 100 പേര് കണ്ടു, 200 പേര് കണ്ടു, 300 പേര് കണ്ടു, 400 പേര് കണ്ടു. ഒരു ലാസ്റ്റ് ഇട്ട വീഡിയോ 444 പേര് കണ്ടേക്കുന്നു. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. കാണുന്നുണ്ടല്ലോ, ലൈക്കൊന്നും കിട്ടിയില്ലെങ്കിലും കാണുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോയാൽ ഇച്ചിരിയും കൂടി സന്തോഷമാവും. അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന 32 പേര്, അതിൽ 10 പേരെ കൂട്ടണ്ട, അതെൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ 10 പേര്. ബാക്കി 22 പേര് പുറത്ത് എനിക്ക് ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനി കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കൂടുതൽ എനിക്ക് എന്ന് പറയാനറിയത്തില്ല. എനിക്ക് ഇങ്ങനെ വന്ന് എന്ന് പറയാൻ തന്നെ എനിക്ക് ഇച്ചിരി ചമ്മലുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി കമൻറ്റും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കമൻറ്റും ചെയ്യണം. നമ്മുടെ വീഡിയോസിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നേ എനിക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണ് എൻ്റെ മോൻ്റെ സ്നേഹപ്രകടനം മൂലം അങ്ങും ഇങ്ങുമൊക്കെ ചിലന്തി വല വിരിച്ചതുപോലെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ടിരിക്കുക. അതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എനിക്ക് എന്തൊക്കെ ഒത്തിരി പറയണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തെ കയ്യിൽ നിന്ന് പോയി. ആദ്യമായിട്ട് ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഇപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയാനുള്ളൂ. ഇനി എന്താ പറയാനുള്ളത്? ഇനി
ഇനി നല്ല വീഡിയോസിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് ഓരോരുത്തരുടെ കാലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.